നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയും ധാതു സമ്പത്തും എന്ന ടോപ്പിക്കാണ്. PSC നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും ഈ ഭാഗത്തു നിന്ന് ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗം നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ സൗജന്യ പരീക്ഷാ പരിശീലനത്തിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യയുടെ ധാതു സമ്പത്ത് അല്ലേ. അപ്പോൾ അതിലാദ്യം നമുക്ക് തുടങ്ങേണ്ടത് എന്താണ് ധാതുക്കൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. ധാതുക്കൾ എന്നുള്ളതിന് ഒരു നിർവചനം വേണം. ധാതുക്കളുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിർവചനങ്ങളുണ്ട്, പല രീതിയിലുള്ളത്. എന്നാലും വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഭൗമഘടനയുടെ ഭാഗമായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള കരവസ്തുക്കളാണ് ഏത് ധാതുക്കൾ. ഭൗമഘടനയുടെ ഭാഗമായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള കരവസ്തുക്കളാണ് ധാതുക്കൾ എന്ന് വളരെ ലളിതമായിട്ട് പറയാം. നമ്മുടെ ഭൂമിയായാലും മറ്റ് ഗ്രഹങ്ങളായാലും ഒക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ധാതുക്കൾ കൊണ്ടാണ്. ധാതുക്കൾക്ക് ഒരു നിശ്ചിതമായിട്ടുള്ള രാസഘടന ഉണ്ടാവും, അതുപോലെ തന്നെ ഭൗതിക ഗുണങ്ങളുണ്ടാവും, അതിന് ക്രിസ്റ്റൽ ആകൃതിയും ഉണ്ടാകും എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വളരെ നിയതമായിട്ടുള്ള രാസഘടനയും ഭൗതിക ഗുണങ്ങളും അതുപോലെ ക്രിസ്റ്റൽ ഘടനയുമുള്ള പ്രകൃതിദത്തമായിട്ടുള്ള കരവസ്തുക്കളാണ് ധാതുക്കൾ. ഭൂമിയായാലും മറ്റ് ഗ്രഹങ്ങളായാലും ഒക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ധാതുക്കൾ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ധാതുക്കളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കും. ലോഹധാതുക്കൾ, അലോഹ ധാതുക്കൾ. ധാതുക്കളെ പ്രധാനമായിട്ടും എത്രയായിട്ട് തരംതിരിക്കാം? രണ്ടായിട്ട് തരംതിരിക്കാം. ലോഹധാതുക്കൾ, അലോഹ ധാതുക്കൾ. ഇപ്പം ഞാൻ കുറച്ച് ധാതുക്കളുടെ പേര് പറയാം. ഉദാഹരണത്തിന് ഹെമറ്റൈറ്റ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, മൈക്ക, ഗ്രാഫൈറ്റ്, കൽക്കരി, ഇങ്ങനെ കുറച്ച് ധാതുക്കളുടെ പേര് പറഞ്ഞു. ഇതിൽ ലോഹധാതുക്കൾ ഏത്, അലോഹധാതുക്കൾ ഏത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ലോഹധാതുക്കൾ എന്ന് പറയുമ്പോൾ ലോഹത്തിൻ്റെ സാന്നിധ്യമുള്ളത് ലോഹധാതുക്കൾ. അപ്പോൾ ഉദാഹരണത്തിന് ഹെമറ്റൈറ്റ്, അതുപോലെ മാഗ്നറ്റൈറ്റ്, അതുപോലെ ബോക്സൈറ്റ്, അതുപോലെ മനസ്സിലാക്കുക ലിമോനൈറ്റ്, സിഡറൈറ്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. ലിമോനൈറ്റ് എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ ഒരു ധാതുവാണ്. സിഡറൈറ്റ് എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ ഒരു ധാതുവാണ്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്താണ്? ലോഹ ധാതുക്കളാണ് അല്ലേ. മൈക്ക എന്ന് പറഞ്ഞത്, ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞത്, ചുണ്ണാമ്പ് കല്ലെന്ന് പറഞ്ഞത്, കൽക്കരി എന്ന് പറഞ്ഞത്, അതൊക്കെ എന്താണ്? അലോഹ ധാതുക്കളാണ്. ഇനി ലോഹധാതുക്കളെ തന്നെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. അത് ഇരുമ്പടങ്ങിയിട്ടുള്ള ലോഹധാതുക്കൾ, ഇരുമ്പടങ്ങിയിട്ടില്ലാത്ത ലോഹധാതുക്കൾ, അതായത് ഫെറസ് മിനറൽസ്, നോൺ ഫെറസ് മിനറൽസ് എന്നിങ്ങനെ തരംതിരിക്കാം. ഫെറസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫെറം, FE. നമ്മൾ ഇരുമ്പ് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സിമ്പലാണ് FE. FE എന്ന് പറഞ്ഞാൽ ലാറ്റിൻ ഭാഷയിൽ അതിനെ പറയുന്നത് ഫെറം എന്നാണ്. ഫെറം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് അല്ലേ. അപ്പോൾ ഫെറസ് മിനറൽസ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള മിനറൽസ്, ഇരുമ്പ് അടങ്ങിയിട്ടില്ലാത്ത ലോഹധാതുക്കളിൽ പെടുന്ന മിനറൽസ് അല്ലേ. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ബോക്സൈറ്റ് എന്ന് പറയുന്നതിനകത്ത് ഇരുമ്പില്ല എന്ന് നമുക്കറിയാം. അപ്പം ബോക്സൈറ്റ് ലോഹധാതുവാണ്. അപ്പോൾ എങ്ങനെയുള്ള ലോഹധാതു? നോൺ ഫെറസ് ആയിട്ടുള്ള ലോഹധാതുവാണ് ബോക്സൈറ്റ് എന്ന് പറയാം അല്ലേ. അതേസമയം ലിമോനൈറ്റ്, സിഡറൈറ്റ്, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നവ എന്താണ്? ഇരുമ്പടങ്ങിയിട്ടുള്ള ലോഹധാതുക്കളാണ്. അവയെല്ലാം ഫെറസ് മിനറൽസ് ആണെന്ന് പറയും. ഇനി നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, അലോഹ ധാതുക്കൾ. അപ്പോൾ അലോഹ ധാതുക്കളിൽ വരുന്നതാണ് മൈക്ക, ഗ്രാഫൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, കൽക്കരി എന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ. അതിൽ കൽക്കരി, പ്രകൃതിവാതകം, അതുപോലെ തന്നെ പെട്രോളിയം, ഇവയെ പൊതുവെ ഇന്ധന ധാതുക്കൾ എന്ന് പറയാറുണ്ട്. ഇന്ധന ധാതുക്കൾ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു, ധാതുക്കൾക്ക് ഒരു ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു. കരവസ്തുക്കളാണ് എന്ന് പറഞ്ഞായിരുന്നു അല്ലേ.
ഇപ്പോൾ പെട്രോളിയം പ്രകൃതിവാതകം എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന കാര്യമല്ല. എങ്കിൽ പോലും ഇന്ധനധാതുക്കൾ എന്നുകൂടി ഒരു വിഭാഗം ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് ഏതൊക്കെ? കൽക്കരിയും പെട്രോളിയവും അതുപോലെ തന്നെ പ്രകൃതിവാതകം. അപ്പൊ അത് ഏതാണ്? ഇന്ധനധാതുക്കൾക്ക് ഉദാഹരണമാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ധനധാതുവിന് ഉദാഹരണമാണ്. താഴെ തന്നിരിക്കുന്നതിൽ അലോഹധാതുവിന് ഉദാഹരണമാണ്. താഴെ തന്നിരിക്കുന്നതിൽ ലോഹധാതുവിന് ഉദാഹരണമാണ്. താഴെ തന്നിരിക്കുന്നതിൽ നോൺ ഫെറസ് ധാതുവിന് ഉദാഹരണമാണ് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം എഴുതണമെങ്കിൽ ഈ കാര്യങ്ങൾ വേണം. അപ്പൊ ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് നമുക്ക് വരാം. നമുക്കറിയാവുന്ന കാര്യമാണ്, ഭൂമിശാസ്ത്രം പഠിച്ച സമയത്ത് ഭൂമിശാസ്ത്ര സവിശേഷതകൾ നമ്മൾ ഇന്ത്യൻ ജിയോഗ്രഫി ഭാഗത്ത് വളരെ നന്നായിട്ട് പഠിച്ചിരുന്നു. അതിലൊരു ഭൂമിശാസ്ത്ര ഭാഗമാണ്, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭൂമിശാസ്ത്ര ഭാഗമാണ് ഏത്? ഉപദ്വീപീയ പീഠഭൂമി പ്രദേശം, അല്ലെ? നമ്മൾ ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി പ്രദേശം എന്നിങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതില് ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഭൂരൂപമാണ് ഉപദ്വീപീയ പീഠഭൂമി പ്രദേശം എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി പ്രദേശം എന്ന് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശമാണ്. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇന്ത്യയുടെ മധ്യഭാഗത്ത് നിന്ന് തുടങ്ങി ഇന്ത്യയുടെ തെക്കേ അറ്റം വരെ ഇങ്ങനെ ത്രികോണാകൃതിയിലുള്ള ഒരു ഭൂപ്രദേശത്തിനെയാണ് നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത്, അല്ലെ? അതിന് നമ്മൾ ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം എന്നും പറയും. അപ്പൊ ഈ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തിനകത്ത് ഒരുപാട് പീഠഭൂമികളുണ്ട്. മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഡെക്കാൻ പീഠഭൂമി, അങ്ങനെ ഒരുപാട് പീഠഭൂമി പ്രദേശമുണ്ട്. അതിലൊരു പീഠഭൂമി പ്രദേശമാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശം. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശത്തിനെ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറയാറുണ്ട്. എന്താണ്? ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി പ്രദേശം, അല്ലെ? ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതെന്ന് ചോദിക്കുമ്പോൾ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശം എന്ന് നമ്മൾ പറയും. ഇന്ത്യയുടെ ധാതുക്കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ, പീഠഭൂമി ഏതെന്ന് ചോദിച്ചാൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്ന് പറയും, അല്ലെ? ഇന്ത്യയുടെ ധാതു സംസ്ഥാനമാണ്, ഇന്ത്യയുടെ മിനറൽ സ്റ്റേറ്റ് ആണ് ജാർഖണ്ഡ് എന്നും പഠിച്ചിട്ടുണ്ട്. അവിടെ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സമയത്ത് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ ലോഹധാതുക്കൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ് എന്ന് ചോദിച്ചാലോ, ഇന്ത്യയിലെ ലോഹധാതുക്കൾ ഏറ്റവും കൂടുതലുള്ളത് ഏത് പ്രദേശത്താണെന്ന് ചോദിച്ചാൽ ദക്ഷിണ പീഠഭൂമി പ്രദേശത്താണ്. ലോഹധാതുക്കൾ, അല്ലെ? ധാതുക്കൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ധാതുക്കലവറ, ധാതു പീഠഭൂമി എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തെല്ലാം വരും. പക്ഷെ ലോഹധാതുക്കൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത് പീഠഭൂമി പ്രദേശത്താണ് എന്ന് ചോദിച്ചാൽ ദക്ഷിണ പീഠഭൂമി പ്രദേശത്താണ് ലോഹധാതുക്കൾ ധാരാളമുള്ളത് എന്നുള്ളൊരു വസ്തുത മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. നമ്മൾ ലോഹധാതുക്കളുടെ കാര്യം പറയുമ്പോൾ ഇരുമ്പ്, അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് നിക്ഷേപമുള്ളത്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് നിക്ഷേപമുള്ളത് ഏത് സംസ്ഥാനത്താണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് നിക്ഷേപമുള്ള സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണെന്ന് അറിയാം, അല്ലെ? അപ്പൊ ഇരുമ്പയിരിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ലിമോനൈറ്റ്, സിഡറൈറ്റ്, മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇരുമ്പിന്റെ ധാതുക്കളാണ്, അല്ലെ? അതിലെ ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള ഇരുമ്പിന്റെ ധാതു ഏത് എന്ന് ചോദിച്ചാൽ മാഗ്നറ്റൈറ്റ് ആണ്. ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള ധാതു ഏതെന്ന് ചോദിച്ചാൽ മാഗ്നറ്റൈറ്റ് ആണ്. തെറ്റിപ്പോവോ? ഹെമറ്റൈറ്റ് എന്ന് എഴുതോ, അല്ലെ? അപ്പൊ അത് ശ്രദ്ധിച്ചോണം. ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള ഇരുമ്പിന്റെ ധാതു ഏത്, അയിരേത് എന്ന് ചോദിച്ചാൽ മാഗ്നറ്റൈറ്റ് ആണ്. അതേസമയം ഇന്ത്യയിൽ ഏറെ സുലഭമായിട്ടുള്ള ഇരുമ്പിന്റെ ധാതു അല്ലെങ്കിൽ ഇരുമ്പിന്റെ അയിര് ഏത് എന്ന് ചോദിച്ചാൽ ഹെമറ്റൈറ്റ് ആണ്, അല്ലെ? അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും സുലഭമായിട്ടുള്ള ഇരുമ്പിന്റെ അയിര് ഏതെന്ന് ചോദിച്ചാൽ ഹെമറ്റൈറ്റ് ആണ്. അതേസമയം ഇരുമ്പിന്റെ അംശം
ഏറ്റവും കൂടുതലുള്ള ഇരുമ്പിന്റെ അയിര് എന്ന് ചോദിച്ചാൽ മാഗ്നറ്റൈറ്റ് ആണെന്ന് പറയാം. ഇന്ത്യയിലെ ഇരുമ്പ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത്, ഇരുമ്പയിര് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് ഒഡീഷ എന്ന് മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒഡീഷയുടെ കാര്യം പറയുമ്പോൾ വേറെ ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. സുന്ദർഗഡ് അല്ലെ, എത്രയോ പരീക്ഷകളുടെ ചോയ്സുകളിൽ ചോദ്യ പേപ്പറുകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ള പേരാണ് സുന്ദർഗഡ്, മയൂർഭഞ്ച്, അതുപോലെ ഝാർ. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഝാർ. ഈ പറഞ്ഞ പ്രദേശങ്ങൾക്കുള്ള പ്രത്യേകത എന്താണ്? വളരെ പ്രസിദ്ധമായിട്ടുള്ള ഇരുമ്പയിര് നിക്ഷേപമുള്ള പ്രദേശങ്ങളാണ്. ഇരുമ്പയിര് നിക്ഷേപം വളരെ കൂടുതലുള്ള പ്രദേശങ്ങളാണ് സുന്ദർഗഡും മയൂർഭഞ്ചും ഝാറും. ഇതെവിടെയാണ് എന്ന് ചോദിക്കും. ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ ഒഡീഷയിലാണ്. അപ്പോൾ ഇരുമ്പയിര് നിക്ഷേപത്തിന് പേര് കേട്ട സുന്ദർഗഡ് എവിടെ, മയൂർഭഞ്ച് എവിടെ, ഝാർ എവിടെ എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് നിക്ഷേപമുള്ള സംസ്ഥാനത്താണ് ഒഡീഷയിലാണ്. അവിടെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ചോയ്സ് നിങ്ങൾ മറ്റൊരു ഇരുമ്പയിര് നിക്ഷേപമുള്ള പ്രദേശത്തിന്റെ പേരും കേട്ടിട്ടുണ്ട്, സിംഹം. ഏതാണ്? സിംഹം. സിംഹം എന്ന് പറയുന്ന ഇരുമ്പയിര് നിക്ഷേപത്തിന് പേര് കേട്ട ആ പറഞ്ഞ സ്ഥലം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ജാർഖണ്ഡിലാണ്. എവിടെയാണ്? ജാർഖണ്ഡിലാണ്. അപ്പോൾ സുന്ദർഗഡ്, മയൂർഭഞ്ച്, ഝാർ എന്നിങ്ങനെ ഇരുമ്പയിര് നിക്ഷേപത്തിന് പേര് കേട്ട പ്രദേശങ്ങൾ ഒഡീഷയിൽ വരുമ്പോൾ സിംഹം എന്ന് പറയുന്ന ഇരുമ്പയിര് നിക്ഷേപത്തിന് പേര് കേട്ട പ്രദേശം വരുന്നത് ജാർഖണ്ഡിലാണെന്ന് മനസ്സിലാക്കുക. ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കണമെന്നില്ല ചോയ്സിനകത്ത് തരിക, വേറെ രീതിയിലും തന്നിരിക്കാം. അതിങ്ങനെ മനസ്സിലാക്കുക. ഗോരുമഹിസാനി, ഗോരുമഹിസാനി എന്ന പ്രസിദ്ധമായിട്ടുള്ള ഇരുമ്പയിരുക്കനി, ഗോരുമഹിസാനി പ്രസിദ്ധമായ ഇരുമ്പയിരുക്കനി ഏത് സംസ്ഥാനത്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ ഒഡീഷയിലാണ്. അപ്പൊ സുന്ദർഗഡ്, മയൂർഭഞ്ച് അങ്ങനെയൊന്നും തരണമെന്നില്ല. പകരം ഗോരുമഹിസാനി എന്ന പ്രസിദ്ധമായ ഇരുമ്പയിരുക്കനി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കും. അതെവിടെയാണ്? ഒഡീഷയിലാണ്. അതേസമയം നോമുണ്ടി ഇരുമ്പയിരുക്കനി എവിടെയാണ് എന്ന് ചോദിച്ചാലോ, നോമുണ്ടി ഇരുമ്പയിരുക്കനി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ജാർഖണ്ഡിലാണ്. മാറിപ്പോകരുത്, പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിള്ളേർ പഠിക്കുന്ന പുസ്തകങ്ങളിൽ ഈ പോയിന്റുകളുണ്ട്. അപ്പോൾ ഗോരുമഹിസാനി ഇരുമ്പയിരുക്കനി ഒഡീഷയിലും നോമുണ്ടി ഇരുമ്പയിരുക്കനി എവിടെയുമാണ്? ജാർഖണ്ഡിലുമാണ്. അതുപോലെ മനസ്സിലാക്കി വെക്കുക, നമ്മുടെ ദക്ഷിണ ഇന്ത്യയിൽ ഇരുമ്പയിരുക്കനികൾക്ക് പ്രസിദ്ധമായിട്ടുള്ള സംസ്ഥാനമാണ് കർണാടക. കർണാടകയിലെ പ്രസിദ്ധമായ ഒരു ഇരുമ്പയിര് നിക്ഷേപമുള്ള പ്രദേശമാണ് കുന്ദ്രേമുഗ്. കുന്ദ്രേമുഗ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കർണാടകയിലാണ്. അതുപോലെ തന്നെ കർണാടകയിൽ ഇരുമ്പയിര് നിക്ഷേപത്തിന് പേര് കേട്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട്. ഏതാണ്? ബാബാ ബുദൻ ഹിൽസ്. ഏതാണ്? ബാബാ ബുദൻ ഹിൽസ്. അപ്പോ ഇരുമ്പയിര് നിക്ഷേപത്തിന് പേര് കേട്ട ബാബാ ബുദൻ ഹിൽസ്, കുന്ദ്രേമുഗ് എന്നീ പ്രദേശങ്ങൾ, എന്നീ സ്ഥലങ്ങൾ ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ അത് കർണാടകയിലാണെന്ന് പറയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാംഗനീസ് നിക്ഷേപമുള്ളത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒഡീഷ എന്നാണ്. അവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഇരുമ്പയിര് നിക്ഷേപം എവിടെയുണ്ടോ ആ ഭാഗത്ത് തീർച്ചയായിട്ടും മാംഗനീസ് നിക്ഷേപവും ഉണ്ടായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ബോക്സൈറ്റ്. ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലുമിനിയത്തിന്റെ അയിരാണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ളത് എവിടെയാണ്, ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഒഡീഷ എന്നാണ്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു വെക്കുക. ഇരുമ്പയിര് നിക്ഷേപം, മാംഗനീസ് നിക്ഷേപം, ബോക്സൈറ്റ് നിക്ഷേപം, ഇത് മൂന്നും ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? അത് ഒഡീഷയിലാണ് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ബോക്സൈറ്റിന്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോൺ ഫറസ് ധാതു ഏത്? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോൺ ഫറസ് ധാതു ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ബോക്സൈറ്റ് എന്നാണ്. എന്താണ് നോൺ ഫറസ് എന്ന് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ലോഹധാതുക്കളെ ഇരുമ്പിന്റെ അളവുള്ളത് അല്ലെങ്കിൽ ഇരുമ്പിന്റെ അംശമുള്ളത്, ഇരുമ്പിന്റെ അംശമില്ലാത്തത്, അതായത് ഫറസ് മിനറൽസ്, നോൺ ഫറസ് മിനറൽസ് എന്ന് പറഞ്ഞ് തിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നോൺ ഫറസ് മിനറൽസിൽ ഏറ്റവും
ഏറ്റവും കൂടുതലുള്ളത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള നോൺ ഫെറസ് മിനറൽസ് അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ള നോൺ ഫെറസ് മിനറൽ ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഏത്? ബോക്സൈറ്റ്. ചോയ്സിൽ മാംഗനീസ് തന്നിരിക്കും. ചോയ്സിൽ മാംഗനീസ് തന്നിരിക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാംഗനീസ് എന്ന് പറയുന്നത് ഒരു ഫെറസ് മിനറലാണ്. അതായത് മാംഗനീസ് എന്ന് പറയുന്ന ധാതുവിൽ, മാംഗനീസിന്റെ ധാതുവിൽ തീർച്ചയായിട്ടും ഇരുമ്പിന്റെ അംശം ഉണ്ടായിരിക്കും. ഇരുമ്പിന്റെ അംശമുള്ളതാണെങ്കിൽ അത് ഫെറസ് മിനറൽസ് ആണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ മാംഗനീസ് തന്നിരുന്നാൽ മാംഗനീസ് ഉത്തരമാവത്തില്ല. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോൺ ഫെറസ് മിനറൽസ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അത് ബോക്സൈറ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, ശ്രദ്ധിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ചെമ്പ് നിക്ഷേപം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് നിക്ഷേപമുള്ള സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാനാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് നിക്ഷേപമുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ രാജസ്ഥാൻ ഉത്തരം വരത്തില്ല, മധ്യപ്രദേശാണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചെമ്പ് നിക്ഷേപമുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. ചെമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്, അല്ലെ? നമുക്കറിയാവുന്ന ഒരു ചെമ്പ് ഖനിയാണ് K3. PSC ഉണ്ടായ കാലം മുതൽ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. K3 ചെമ്പ് ഖനി എവിടെയാണ്? K3 ചെമ്പ് ഖനി എവിടെയാണെന്ന് നമുക്കറിയാം, രാജസ്ഥാനിലാണ്. പക്ഷെ നിങ്ങൾ വേറൊരു ചെമ്പ് ഖനിയെ കുറിച്ച് മനസ്സിലാക്കി വെക്കണം. മാലജ് ഖണ്ഡ് ചെമ്പ് ഖനി. മാലജ് ഖണ്ഡ് ചെമ്പ് ഖനിയുടെ പ്രാധാന്യം എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനിയാണ് മാലജ് ഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനി K3 അല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനിയാണ് മാലജ് ഖണ്ഡ്. മാലജ് ഖണ്ഡ് എവിടെയാണ്? മാലജ് ഖണ്ഡ് മധ്യപ്രദേശിലാണ്, അല്ലെ? അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്ന് പറഞ്ഞതിന് പിന്നിലുള്ള ഗുട്ടൻസ് എന്താണ്? മാലജ് ഖണ്ഡ് എന്ന ഏറ്റവും വലിയ ചെമ്പ് ഖനി ഉള്ളത് എവിടെയാണ്? അത് മധ്യപ്രദേശിലാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് മധ്യപ്രദേശിന്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വജ്രം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാലും അതും ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വജ്രം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. വജ്രത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്കൊരു വജ്രഖനി മനസ്സിലോട്ട് വരും, പന്നാ വജ്രഖനി. കൊച്ചു ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പഠിക്കുന്ന ഒന്നാണ്. പന്നാ വജ്രഖനി എവിടെയാണ്? പന്നാ വജ്രഖനി വരുന്നത് മധ്യപ്രദേശിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വജ്രം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ വജ്രം നിക്ഷേപമുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശാണ്. പന്നാ വജ്രഖനി എവിടെയെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? പന്നാ വജ്രഖനി മധ്യപ്രദേശിലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേസമയം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇന്ത്യൻ ജിയോഗ്രഫി പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് വജ്രനഗരം, ഡയമണ്ട് സിറ്റി, വജ്രനഗരം, അല്ലെ? വജ്രനഗരം എന്നറിയപ്പെടുന്നത് സൂററ്റ് ആണെന്ന് പഠിച്ചു, അല്ലെ? വജ്രനഗരം എന്നറിയപ്പെടുന്നത് സൂററ്റ് ആണ്. സൂററ്റ് എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. താപ്തി നദിയുടെ തീരത്തുള്ള പട്ടണം. സൂററ്റ് പട്ടണം ഏത് നദിയുടെ തീരത്താണ് എന്നും പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. താപ്തി അല്ലെങ്കിൽ താപി നദിയുടെ തീരത്തുള്ള പട്ടണമാണ് സൂററ്റ് എന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ വജ്രത്തിന്റെ കാര്യത്തിൽ ഉൽപാദനം കൂടുതൽ ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. അതുപോലെ തന്നെ ചെമ്പിന്റെ ഉൽപാദനം കൂടുതൽ മധ്യപ്രദേശിലാണ്. അതുപോലെ ചുണ്ണാമ്പ് കല്ലിന്റെ ഉൽപാദനം, ചുണ്ണാമ്പ് കല്ല്, അല്ലെ? ഇരുമ്പിന്റെ നിർമ്മാണത്തിന്, അതായത് നമ്മൾ സാധാരണഗതിയിൽ ബ്ലാസ്റ്റ് ഫർണസിൽ ഇരുമ്പ് നിർമ്മാണ പ്രക്രിയ നടക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഒന്നാണ് ചുണ്ണാമ്പ് കല്ല്. ആ ചുണ്ണാമ്പ് കല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അതും ഏതാണ്? മധ്യപ്രദേശാണ്. അപ്പോൾ ചെമ്പ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു, വജ്രം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു, ചുണ്ണാമ്പ് കല്ല് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു ഏത്? മധ്യപ്രദേശ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, അല്ലെ? എന്തായാലും അത് ഏതാണ്? തീരപ്രദേശമുള്ള ഒരു സംസ്ഥാനമേ വരത്തുള്ളൂ. അത്
അത് ഗുജറാത്താണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്തിലെ ഒരു സ്ഥലമാണ് റാൻ ഓഫ് കച്ച്, അല്ലെ? റാൻ ഓഫ് കച്ച് കടൽ തീരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന സ്ഥലം. ആ റാൻ ഓഫ് കച്ചിനെ നമ്മൾ പറയാറുണ്ട് വെളുത്ത മരുഭൂമി, വൈറ്റ് ഡെസർട്ട് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് വൈറ്റ് ഡെസർട്ട് എന്ന് പറഞ്ഞത്? അവിടെ ഉപ്പ് പരലുകൾ ധാരാളമായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു വെളുത്ത മരുഭൂമി പോലെ കാണപ്പെടുന്നു. അങ്ങനെ കാണപ്പെടുന്ന സ്ഥലമാണ് റാൻ ഓഫ് കച്ച്, അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പറയാറുണ്ട് വെളുത്ത മരുഭൂമി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നിലവിൽ അത് ഗുജറാത്താണ്. അതേസമയം കല്ലുപ്പിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഒരു സ്ഥലം പ്രത്യേകം എടുത്തു ചോദിക്കും, മാണ്ഡി എന്ന് പറയുന്ന സ്ഥലം. കല്ലുപ്പിന് പ്രസിദ്ധമായിട്ടുള്ള മാണ്ഡി എവിടെയാണ്, ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കും. കല്ലുപ്പിന് പേര് കേട്ട മാണ്ഡി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കും. അതേത് സംസ്ഥാനത്താണ്? അത് ഹിമാചൽ പ്രദേശിലാണ്. എവിടെ? ഹിമാചൽ പ്രദേശ്. ഈ മാണ്ഡി എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ചുരങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ടും പഠിച്ച ഒരു സ്ഥലമാണ്. പറ്റുമെങ്കിൽ അത് ഓർക്കുക. അപ്പോ മാണ്ഡി, കല്ലുപ്പ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ള സംസ്ഥാനം അല്ലെങ്കിൽ സ്വർണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, അത് കർണാടകയാണ്, അല്ലെ? കർണാടകയിലെ കോളാർ സ്വർണ്ണക്കനി. സ്വർണവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ കുഞ്ഞിലേ കേൾക്കുന്ന ഒരു പേരാണ്. അപ്പോൾ സ്വർണ്ണ നിക്ഷേപത്തിന് പേര് കേട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. കോളാർ സ്വർണ്ണക്കനി എവിടെയാണ്? കർണാടകയിലാണ്. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വെള്ളി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വെള്ളി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. അതുപോലെ ജിപ്സം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. സിങ്ക്, ലെഡ് എന്നിവ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. അപ്പോൾ വെള്ളി ആയാലും ജിപ്സം ആയാലും സിങ്ക് ആയാലും ലെഡ് ആയാലും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാർബിൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനവും ഏതാണ്? രാജസ്ഥാൻ, അല്ലെ? രാജസ്ഥാൻ മാർബിൾസ് എന്ന് നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളി ആയാലും ജിപ്സം ആയാലും സിങ്ക് ആയാലും ലെഡ് ആയാലും മാർബിൾ ആയാലും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം, മൈക്ക. നമുക്കറിയാവുന്ന കാര്യമാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം. മൈക്കയുടെ കാര്യം പറയുമ്പോൾ കേരളത്തില് മൈക്ക നിക്ഷേപവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ മൈക്ക നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ ആലപ്പുഴയാണ്. കേരളത്തിലെ മൈക്ക നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ല ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? ആലപ്പുഴയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം, യുറേനിയം ഒരു ന്യൂക്ലിയർ ഇന്ധനമാണ് യുറേനിയം. അതിന്റെ പ്രാധാന്യമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ യുറേനിയം ഖനിയുള്ളത്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുറേനിയം ഖനികളിൽ ഒന്നാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ യുറേനിയം ഖനി ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ ആ ഖനിയാണ് തുമ്മലപ്പള്ളി. എവിടെയാണ്? തുമ്മലപ്പള്ളി. ഇന്ത്യയിലെ ഏറ്റവും വലിയ യുറേനിയം ഖനി എവിടെ എന്ന് ചോദിച്ചാൽ തുമ്മലപ്പള്ളിയിലാണ് എന്ന് പറയണം. പക്ഷേ ചോയ്സിനകത്ത് വേറൊരു സാധനം തന്നിരിക്കും, ജാദുഗുഡ എന്ന് പറയുന്ന സ്ഥലം അത് ജാർഖണ്ഡിലാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. ജാദുഗുഡയുടെ പ്രാധാന്യം എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ യുറേനിയം ഖനി എന്ന് ചോദിച്ചാൽ ജാദുഗുഡയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ യുറേനിയം ഖനി എന്ന് ചോദിച്ചാൽ തുമ്മലപ്പള്ളിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം, ലിഗ്നൈറ്റ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് നിക്ഷേപമുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് നമുക്കറിയാം. ലിഗ്നൈറ്റ് നിക്ഷേപത്തിന് പേര് കേട്ട പട്ടണമാണ് നെയ്വേലി എന്നറിയാം, അല്ലെ? ലിഗ്നൈറ്റ് വ്യവസായത്തിന് പേര് കേട്ട പട്ടണമാണ് നെയ്വേലി എന്നും ലിഗ്നൈറ്റ് നിക്ഷേപം കൂടുതലുള്ള സംസ്ഥാനമാണ് തമിഴ്നാടെന്നും നമുക്ക് അറിയാം. അതുപോലെ അതിൻ്റെ കൂടെ ഓർത്തു വയ്ക്കുക, കേരളത്തിന് ലിഗ്നൈറ്റ് നിക്ഷേപവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങളുണ്ട്.
കേരളത്തിലെ ആ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വർക്കലയാണ്. വർക്കല ലിഗ്നൈറ്റ് നിക്ഷേപമുള്ള കേരളത്തിലെ ഒരു പ്രദേശമാണ്. വർക്കല തിരുവനന്തപുരം ജില്ലയിലാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രദേശമുണ്ട് മാടൈ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ലിഗ്നൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള സ്ഥലം ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മാടൈ. മാടൈ എവിടെയാണ്? മാടൈ വരുന്നത് കണ്ണൂരാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ലിഗ്നൈറ്റ് നിക്ഷേപത്തിന് പേര് കേട്ട മറ്റൊരു സ്ഥലമുണ്ട് നീലേശ്വരം. നീലേശ്വരം എവിടെയുള്ള നീലേശ്വരം? കൊല്ലം ജില്ലയിൽ ഒരു നീലേശ്വരം ഉണ്ട്. പല സ്ഥലങ്ങളിലും നീലേശ്വരം കാണാം. ഇത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല, അതുപോലെ തന്നെ കണ്ണൂരിലുള്ള മാടൈ, അതുപോലെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം എന്നീ സ്ഥലങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിഗ്നൈറ്റ് നിക്ഷേപവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ പ്രദേശങ്ങളാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അറിയാം, ഏറ്റവും കൂടുതൽ മോണോസൈറ്റ് നിക്ഷേപമുള്ളത് കേരളത്തിലാണ് എന്ന് നമുക്കറിയാം. മോണോസൈറ്റ് എന്ന് പറയുന്നത് തോറിയം എന്ന് പറയുന്ന ന്യൂക്ലിയർ ഇന്ധനം. തോറിയം എന്ന ന്യൂക്ലിയർ ഇന്ധനം വേർതിരിച്ചെടുക്കുന്നത് ഏത് ധാതുവിൽ നിന്നാണ്? മോണോസൈറ്റിൽ നിന്നാണ്, അല്ലെ? പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ സുലഭമായിട്ടുള്ള ധാതു ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് മോണോസൈറ്റ് ആണ്. മോണോസൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ ഇന്ധനമാണ് തോറിയം എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ധാരാളമായി കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ധാതുവാണ് ഇൽമനൈറ്റ്. ഏതാണ്? ഇൽമനൈറ്റ്. ഇൽമനൈറ്റ് എന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് ഏത്? ടൈറ്റാനിയം. ഇൽമനൈറ്റിൽ നിന്നാണ് ടൈറ്റാനിയം വേർതിരിച്ചെടുക്കുന്നത്. ഔഷധ നിർമ്മാണത്തിനും പെയിന്റ് നിർമ്മാണത്തിനും ഒക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ടൈറ്റാനിയം. അപ്പോൾ മോണോസൈറ്റ് എന്നാണ് എന്ത് വേർതിരിച്ചെടുക്കുന്നത്? തോറിയം വേർതിരിച്ചെടുക്കുന്നത്. അത് കേരളത്തിൽ ധാരാളം ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് എന്നൊക്കെ ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ഏതാണ്? ജാർഖണ്ഡ്. ഇരുമ്പയിരിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒഡീഷയിലോട്ട് പോയത്. യുറേനിയത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശിലോട്ട് പോയി. അതേസമയം കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡാണ്. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായുള്ള കൽക്കരിപ്പാടം ജാറിയ എന്ന് പറയുന്ന കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം അതാണ് ധാറിയ. ആ പറഞ്ഞ ധാറിയ അല്ലെങ്കിൽ ജാറിയ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് ജാർഖണ്ഡിലാണ്. എത്രയോ പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ കൽക്കരി നിക്ഷേപമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ജാറിയ. അതേസമയം ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി ഏത് എന്ന് ചോദിച്ചാൽ ഏതെന്ന് ചോദിച്ചാൽ റാണിഗഞ്ച് ആണ്. റാണിഗഞ്ച് എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലുള്ള ഒരു സ്ഥലമാണ്. പശ്ചിമ ബംഗാളിലെ റാണിഗഞ്ച് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി, അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ യുറേനിയം ഖനി ജാദുഗുഡയാണ്, ജാർഖണ്ഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി ഖനി റാണിഗഞ്ച് ആണ്, അത് പശ്ചിമ ബംഗാളിലാണ്. കൽക്കരി ഖനിയെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. താൾച്ചർ കൽക്കരി ഖനി ഏത് സംസ്ഥാനത്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ, അതുപോലെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. താൾച്ചർ കൽക്കരി ഖനി എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ഒഡീഷയിലാണ്. മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചത് താൾച്ചർ വൈദ്യുത നിലയം എവിടെയാണ് എന്നാണ്. താൾച്ചർ വൈദ്യുത നിലയം ഒഡീഷയിലാണ്. ഇടയ്ക്കിവിടെ കറണ്ടിന്റെ കുറവൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ താൾച്ചർ വൈദ്യുത നിലയത്തിൽ നിന്ന് വൈദ്യുതി വാങ്ങാറുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അന്ന് ചോദിച്ച ചോദ്യമാണ് താൾച്ചർ വൈദ്യുത നിലയം എവിടെയാണ്? അത് ഒഡീഷയിലാണ്. താൾച്ചർ കൽക്കരി ഖനി തീർച്ചയായിട്ടും ഒഡീഷയിലാണ്. അതുപോലെ മനസ്സിലാക്കി വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം. കോർബ കൽക്കരി ഖനി എവിടെയാണ്? കോർബ കൽക്കരി ഖനി അത് ഛത്തീസ്ഗഡിലാണ്, അല്ലെ? റാണിഗഞ്ച് പശ്ചിമ ബംഗാളിലാണ്. താൾച്ചർ എവിടെയാണ്? താൾച്ചർ വരുന്നത് ഒഡീഷയിലാണ്. കോർബ വരുന്നത് ഛത്തീസ്ഗഡിലാണ്. അപ്പൊ അത് ഓർത്തു വെക്കുക. ജാറിയ എന്ന് പറയുന്ന കൽക്കരിപ്പാടം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എവിടെയാണ്? അത് ജാർഖണ്ഡിലാണ് എന്ന് ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്ത് പ്രതീക്ഷിക്കണം. അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു, അല്ലെങ്കിൽ അവിടെ പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ കാണാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവന ഇതായിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ
കൽക്കരി നിക്ഷേപം, അതായത് ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപത്തിൽ 97% പ്രധാനമായിട്ടും 3 നദീതടങ്ങളിലാണുള്ളത്. ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപത്തിൻ്റെ 97% പ്രധാനമായും 3 നദീതടങ്ങളിലാണുള്ളത്. അത് ഏത് നദീതടങ്ങളെന്ന് ചോദിച്ചാൽ, ഒന്ന് ദാമോദർ അല്ലെ, നമുക്കറിയാം ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ അല്ലെ. വേറൊന്ന് മഹാനദി. ഈ 2 നദികൾ ഒഴുകുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശവുമായി ബന്ധപ്പെട്ടാണെന്നും നമുക്കറിയാം. അപ്പോൾ ഒന്ന് ദാമോദർ, വേറൊന്ന് മഹാനദി, വേറൊന്ന് ഏതാണ് ഗോദാവരി. ഗോദാവരി എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. ഗോദാവരി മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നദിയാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏത്? ഗോദാവരി. അപ്പോൾ ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപത്തിന്റെ 97% ഈ പറഞ്ഞ 3 നദീതടങ്ങളിലാണുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. ദാമോദർ, മഹാനദി, പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഏതാണ്? ഗോദാവരി അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൽക്കരിയുടെ 90% ഗോണ്ടാന കൽക്കരി പാടങ്ങളിൽ നിന്നാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൽക്കരിയുടെ 90% ഗോണ്ടാന കൽക്കരി പാടങ്ങളിൽ നിന്നാണ് അല്ലെ. അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, എന്താണ് ഗോണ്ട്വാന കൽക്കരി പാടം? അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഗോണ്ട്വാന കൽക്കരി പാടം എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്ര ഒരു സംസ്ഥാനം, അതിനടുത്ത് തന്നെയുള്ള മറ്റൊരു സംസ്ഥാനം ഗുജറാത്ത്, അതിനടുത്ത് തന്നെ മറ്റൊരു സംസ്ഥാനം മധ്യപ്രദേശിന് അടുത്തായിട്ട് ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. അപ്പൊ ഈ സംസ്ഥാനങ്ങളിലായിട്ടുള്ള കൽക്കരി പാടങ്ങളെ പൊതുവെ പറയുന്ന പേരാണ് ഗോണ്ട്വാന കൽക്കരി പാടങ്ങൾ. അപ്പൊ ഗോണ്ട്വാന കൽക്കരി പാടങ്ങൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു എന്ന് ചോദിച്ചാൽ, മഹാരാഷ്ട്രയില്, ഗുജറാത്തില്, മധ്യപ്രദേശില്, ബീഹാറില്, ജാർഖണ്ഡില്, ഒഡീഷയില്, പശ്ചിമ ബംഗാളിലായിട്ട് കിടക്കുന്ന ഈ പറഞ്ഞ മൊത്തത്തിലുള്ള കൽക്കരി പാടങ്ങൾ നമ്മൾ ഗോണ്ട്വാന കൽക്കരി പാടങ്ങൾ എന്ന് പറയും. ഈ ഗോണ്ട്വാന കൽക്കരി പാടങ്ങളെ നമ്മൾ പിന്നെയും 2ആയിട്ട് തിരിക്കും. ഒന്ന് ലോവർ ഗോണ്ട്വാന കൽക്കരി പാടങ്ങൾ, അപ്പർ ഗോണ്ട്വാന കൽക്കരി പാടങ്ങൾ. ലോവർ ഗോണ്ട്വാന കൽക്കരി പാടങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ഏതൊക്കെ സംസ്ഥാനത്തെ കൽക്കരി പാടങ്ങളാണ്? അത് ബീഹാറിലെ, ജാർഖണ്ഡിലെ, ഒഡീഷയിലെ, പശ്ചിമ ബംഗാളിലെ. എവിടൊക്കെയാണ്? ബീഹാറിലെ, ജാർഖണ്ഡിലെ, ഒഡീഷയിലെ, പശ്ചിമ ബംഗാളിലെ ആ പറഞ്ഞ ഭാഗത്തുള്ള കൽക്കരി പാടങ്ങളെ പൊതുവെ നമ്മൾ പറയും ലോവർ ഗോണ്ട്വാന കൽക്കരി പാടങ്ങൾ എന്ന് പറയും. ബാക്കിയുള്ളത്, അതായത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് ആ ഭാഗത്തുള്ള കൽക്കരി പാടങ്ങൾ നമ്മൾ പറയും അപ്പർ ഗോണ്ട്വാന കൽക്കരി പാടങ്ങൾ എന്ന് പറയും. അപ്പോൾ ഒരു കാര്യം കൂട്ടുകാർ മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 90% കൽക്കരിയും ഗോണ്ട്വാന കൽക്കരി പാടങ്ങളിലാണ്. അതിൽ തന്നെ കൂടുതലുള്ളത് എവിടെയാണ്? ലോവർ ഗോണ്ട്വാന കൽക്കരി പാടങ്ങളിലാണ്. നമുക്കത് അറിയാവുന്ന കാര്യമാണ് അല്ലെ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. ഏറ്റവും കൂടുതൽ കൽക്കരി വരുന്നത് ഏത് ഭാഗത്തു നിന്നാണ്? ബീഹാറിന്റെ ഭാഗത്തുനിന്ന്, ജാർഖണ്ഡിന്റെ ഭാഗത്തുനിന്ന്, ഒഡീഷ, പശ്ചിമ ബംഗാൾ ആ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ കൽക്കരി വരുന്നത്. അപ്പോൾ കൽക്കരി പാടം മൊത്തത്തിൽ പറയുമ്പോൾ ഗോണ്ട്വാന കൽക്കരി പാടം എന്ന് പറയാം. അതിൽ ലോവർ ഗോണ്ട്വാന കൽക്കരി പാടത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ കൽക്കരി നമുക്ക് ലഭിക്കുന്നത്. അതായത് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ 90% അവിടെയാണ്. 97% കൽക്കരി നിക്ഷേപമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ആ 3 നദീതടങ്ങളിലാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഗോണ്ട്വാന കൽക്കരി എന്ന് പറയുന്നത് ഏറ്റവും പഴക്കമുള്ള കൽക്കരിയാണ്. ഗോണ്ട്വാന കൽക്കരി എന്ന് പറയുന്നത് ഏറ്റവും പഴക്കമുള്ള കൽക്കരി ഇനമാണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയുടെ മറ്റു ഭാഗത്തും കൽക്കരി കിട്ടും, പക്ഷെ ഗോണ്ട്വാന കൽക്കരിയേക്കാൾ പഴക്കം അവയ്ക്കൊന്നും ഉണ്ടായിരിക്കില്ല. ഏറ്റവും പഴക്കമുള്ള കൽക്കരി എന്ന് പറയുന്നത് ഗോണ്ട്വാന കൽക്കരിയാണ് ഇന്ത്യയിലുള്ളതിൽ. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കൽക്കരിയുടെ വിഭവശേഷി പറയുമ്പോൾ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. കൽക്കരി വിഭവശേഷിയിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ 4ാം സ്ഥാനത്താണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന ചോദ്യം വരുന്നു. ഇന്ത്യയിലെ ആകെ കൽക്കരി നിക്ഷേപത്തിന്റെ 97% ഞാൻ ഈ പറഞ്ഞ 3 നദീതടങ്ങളിലാണ്. ശരിയോ തെറ്റോ? ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൽക്കരിയുടെ 90%
ഗോണ്ട്വാന കൽക്കരി പാടങ്ങളിൽ നിന്നാണ്. ശരിയോ തെറ്റോ? കൽക്കരിയുടെ ഉൽപാദനത്തിൽ അല്ലെങ്കിൽ വിഭവശേഷിയിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ് ഉള്ളത്. ശരിയോ തെറ്റോ? അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കണം. ചോദ്യങ്ങൾ വരുന്ന രീതി അങ്ങനെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കൽക്കരിയുടെ കാര്യം പറയുമ്പോൾ കൽക്കരിയെ പലതായിട്ട് തരംതിരിക്കുക അതിന്റെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെ? ഇപ്പൊ നമ്മൾ തേയിലയുടെ കാര്യം പറയുമ്പോൾ തേയിലയും പലതായിട്ട് തരംതിരിക്കും. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞത് തരംതിരിക്കും. നല്ല ക്വാളിറ്റിയൊക്കെ വിദേശത്ത് പോകും, ആർക്കും വേണ്ടാത്തത് നമുക്ക് കിട്ടും, അതാണല്ലോ. അപ്പൊ അതുപോലെ കൽക്കരിയുടെ കാര്യത്തിലും ഇങ്ങനെ എന്തുണ്ട്? വകതിരിവുണ്ട്. അതിൽ ഏറ്റവും മുന്തിയ ഇനം കൽക്കരി അതാണ് ആന്ത്രസൈറ്റ്. ഏറ്റവും മുന്തിയ ഇനം കൽക്കരി എന്ന് പറയുമ്പോൾ കാർബണിന്റെ അളവ് വളരെ കൂടുതലുള്ള കൽക്കരി. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും ഏറ്റവും മുന്തിയ ഇനം കൽക്കരി അല്ലെങ്കിൽ കാർബണിന്റെ അളവ് വളരെ കൂടുതലുള്ള കൽക്കരി ഇനം ഏതാണ് എന്ന് ചോദിച്ചാൽ ആന്ത്രസൈറ്റ് ആണ്. ഏതാണ്? ആന്ത്രസൈറ്റ് ആണ്. അതിന് താഴെ വരും, അതായത് അത്രത്തോളം ഇല്ല എന്നാൽ തൊട്ട് താഴെ നിൽക്കുന്ന മറ്റൊരു കൽക്കരി ഇനമാണ് ബിറ്റുമിനസ് കോൾ. ഏതാണ്? ബിറ്റുമിനസ് കോൾ. ബിറ്റുമിനസ് കോളിന്റെ കാര്യത്തിൽ നല്ല ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കൽക്കരി ഇനം ഏതാണ്? ആന്ത്രസൈറ്റ് ആണോ, ബിറ്റുമിനസ് ആണോ, ലിഗ്നൈറ്റ് ആണോ എന്നിങ്ങനെ തരും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള കൽക്കരി ഇനം എന്ന് പറയുന്നത് ബിറ്റുമിനസ് കോൾ ആണ്. പക്ഷേ ഏറ്റവും മുന്തിയ ഇനം കൽക്കരി ഏതാണ്? ആന്ത്രസൈറ്റ് ആണ്. കാർബണിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ് ആന്ത്രസൈറ്റിൽ, അല്ലെ? കാർബണിന്റെ കണ്ടന്റ് വളരെ കുറഞ്ഞ കൽക്കരി ഇനമാണ് ഏത്? ലിഗ്നൈറ്റ്. കാർബൺ കണ്ടന്റ് വളരെ കുറഞ്ഞ കൽക്കരി ഇനമാണ് ലിഗ്നൈറ്റ്. നമ്മൾ ലിഗ്നൈറ്റിനെ പറയുമല്ലോ ബ്രൗൺ കോൾ, അല്ലെ? ബ്രൗൺ കോൾ എന്നാണ് പറയുന്നത്. അപ്പൊ നിറം ശ്രദ്ധിച്ചല്ലോ, ബ്രൗൺ ആണ്, അല്ലെ? എന്നാണ് ബ്രൗൺ ആയി പോയതിന്റെ കാരണം കാർബൺ കണ്ടന്റ് കുറവാണ്. ആന്ത്രസൈറ്റ് നല്ല കറുകറായിരിക്കും, അല്ലെ? ആന്ത്രസൈറ്റിൽ കാർബൺ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ ആന്ത്രസൈറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ബിറ്റുമിനസ് കോൾ, ലിഗ്നൈറ്റ്. എന്താണ് വ്യത്യാസം? ബിറ്റുമിനസ് കോളിന്റെ പ്രാധാന്യം എന്താണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം? ബ്രൗൺ കോൾ എന്ന് ലിഗ്നൈറ്റിനെ വിളിക്കുന്നതിന്റെ കാരണം എന്താണ്? കാർബൺ കണ്ടന്റ് വളരെ കുറഞ്ഞത് ഏതിനാണ്, കൂടിയത് ഏതിനാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത കൂട്ടുകാർക്ക് വേണം. ഇനി കൽക്കരിയൊക്കെ രൂപം കൊള്ളുന്നത് ജൈവ വസ്തുക്കളിൽ നിന്നാണ്. കുറേ കാലത്തെ എന്താണ് ഈ പറഞ്ഞ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എന്നൊക്കെ നമുക്കറിയാം. കൽക്കരി രൂപീകരണത്തിന്റെ ആദ്യ ഘട്ടത്തിൽ അത് അറിയപ്പെടുന്നത് പീറ്റ് എന്നാണ്. കൽക്കരി രൂപീകരണത്തിൽ ആദ്യ ഘട്ടത്തിൽ അത് അറിയപ്പെടുന്നത് പീറ്റ് ആണ്. പിന്നീടാണ് ഈ പറഞ്ഞ എന്താണ് ക്ഷമത അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം മാറി 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 വരുന്നത്. അതായത് കൂടുതൽ പഴകും തോറും മികച്ച കൽക്കരി ഇനമായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കൽക്കരി രൂപീകരണത്തിന്റെ ആദ്യ ഘട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ പീറ്റ് എന്നാണ്. നമുക്കറിയാം കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ജൈവധാതുവാണ്. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ജൈവധാതുവാണ് കൽക്കരി എന്ന് നമുക്ക് അറിയാം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം മനസ്സിലാക്കി വെക്കുക, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം, ഇന്ത്യയുടെ കൽക്കരി ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡിലാണ്. ധൻബാദ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇന്ത്യയുടെ കൽക്കരി ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് ധൻബാദ് ആണ്. അവിടെയാണ് സെൻട്രൽ മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രൽ മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ധൻബാദിലാണ്. ധൻബാദാണ് ഇന്ത്യയുടെ കൽക്കരി ക്യാപിറ്റൽ എന്നും അറിയപ്പെടുന്നത്. ധൻബാദ് എന്ന് പറയുന്ന സ്ഥലം ജാർഖണ്ഡിലാണ്. അതേപോലെ ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമുണ്ട്. ONGC, അല്ലെ? ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്കണോമിക്സിന്റെ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. അതൊരു മഹാരത്ന കമ്പനിയാണെന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ് മഹാരത്ന കമ്പനി എന്നുള്ളതൊക്കെ എക്കണോമിക്സിന്റെ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ONGCയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലാണ്. അതേസമയം സെൻട്രൽ മൈനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് ധൻബാദിലാണ്, അല്ലെ? അപ്പോൾ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആസ്ഥാനമാണ് ന്യൂഡൽഹി. അത് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ അവിടെ ഓർത്തു വയ്ക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് എണ്ണ ഖനനം ആരംഭിച്ചത് എവിടെയാണ്? എത്രയോ പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് എണ്ണ ഖനനം ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ആസാമിലാണ്. ആസാമിലെ ആ സ്ഥലം ഏതാണ്? ദിഗ്ബോയി, അല്ലെ? ഇന്ത്യയിൽ ആദ്യമായിട്ട് എണ്ണ ഖനനം ആരംഭിച്ചത് ആസാമിലെ ദിഗ്ബോയി ആണ്. പക്ഷേ ഒരു വ്യത്യാസം ഇത് മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതെന്ന് ചോദിച്ചാൽ അത് മുംബൈ ഹൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതെന്ന് ചോദിച്ചാൽ മുംബൈ ഹൈ ആണ്. മഹാരാഷ്ട്ര മുംബൈ ഹൈ ആണ്. അതേസമയം വ്യത്യാസം ശ്രദ്ധിച്ചു വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലാണ്, ജാംനഗറിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ
ശുദ്ധീകരണശാല എവിടെയെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ ജാംനഗറിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് എണ്ണ ഖനനം ആരംഭിച്ചത് ആസാമിലെ ദിഗ്ബോയിലാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മഹാരാഷ്ട്രയിലെ മുംബൈയാണ്. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലെ ജാംനഗറിലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം, കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ഒരു പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ ഒരു പ്രദേശത്ത് 5.9 മില്യൺ ടൺ ലിഥിയം നിക്ഷേപം കണ്ടെത്തി. ഇന്ത്യയിലെ ഒരു ഭാഗത്ത് ഒരു പ്രദേശത്ത് 5.9 മില്യൺ ടൺ ലിഥിയം നിക്ഷേപം കണ്ടെത്തി. ലിഥിയം എന്ന് പറയുന്ന ധാതുവിന്റെ പ്രാധാന്യം നമുക്ക് നന്നായിട്ട് അറിയാം. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളുടെ നിർമ്മാണത്തിന്, അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികളുടെ നിർമ്മാണത്തിനൊക്കെ അത്യാവശ്യം വേണ്ട ഒരു ധാതുവാണ് ലിഥിയം, അല്ലെ? അപ്പോൾ നമ്മുടെ രാജ്യം ഇങ്ങനെ പുതിയ ഘട്ടത്തിലോട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഏതും കണ്ടെത്തിയിട്ടുള്ളത്? ലിഥിയം നിക്ഷേപവും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത്. അത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ 2023 എവിടെയാണ് കണ്ടെത്തിയതെന്ന് ചോദിച്ചാൽ കാശ്മീരിലാണ്. കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ഈ അടുത്ത കാലത്തായിട്ട് ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് പിന്നെയും വാർത്തകളിൽ വന്ന ഒന്നാണ്, രാജസ്ഥാനിലും ലിഥിയം നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. വാർത്തയിൽ കണ്ടത് ഇങ്ങനെയാണ്, അതായത് കാശ്മീരിൽ കണ്ടെത്തിയ ലിഥിയം നിക്ഷേപത്തെക്കാൾ നിക്ഷേപം എവിടെ രാജസ്ഥാനിൽ കണ്ടെത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ അവകാശപ്പെട്ടത് രാജസ്ഥാൻ സർക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെയാണ്. അതേസമയം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിനകത്ത് ഇതുവരെ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക. എന്തായാലും 2023 വൻതോതിലുള്ള ലിഥിയം നിക്ഷേപം എവിടെ കണ്ടെത്തിയിട്ടുണ്ട്? ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ധാതു സമ്പത്ത് എന്നുള്ള ടോപ്പിക്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത്. ഈ ഭാഗം പൂർണ്ണമാകുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിലെ വ്യവസായങ്ങൾ എന്നുള്ള ഭാഗം കൂടി പഠിക്കുമ്പോഴാണ്. അപ്പോഴാണ് ഇതുമായി ബന്ധമുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാനായിട്ട് പറ്റുക. എന്തായാലും ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. മറ്റു കാര്യങ്ങളെല്ലാം വ്യവസായങ്ങൾ എന്നുള്ള ക്ലാസ്സിനകത്ത് പറയാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.